CPM ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന അഭിപ്രായ വ്യത്യാസം മാത്രമാണ് ഉള്ളത്. അത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഈ പത്രസമ്മേളനം വിളിച്ചത്. എത്ര വളരെ ചെറിയ ഒരു ബ്രാഞ്ചിലെ കാര്യങ്ങൾ പോലും പർവ്വതീകരിച്ച് CPMനെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് ചില മാധ്യമങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. ഇവിടെ കോൺഗ്രസിൽ പ്രശ്നങ്ങളില്ലേ? BJPയിൽ ഇവിടെ നോട്ടുകെട്ടിൻ്റെ കാര്യം പറഞ്ഞില്ല. അതൊക്കെ എത്ര കൗതുകമുള്ള വാർത്തകളാണ്, എത്ര ആവേശകരമായ വാർത്തയാണ് നാട്ടുകാർക്ക്. അതൊന്നും തൊടുന്നില്ല. ഒരു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര യോഗം തിരുവനന്തപുരത്ത് CPM നടത്തുന്നു, അതിൽ ഏതെല്ലാം യോഗങ്ങളിലാണ് കടകംപള്ളി സുരേന്ദ്രൻ പോകുന്നത്, ശിവൻകുട്ടി പോകുന്നത്, പിന്നെ ജില്ലാ സെക്രട്ടറി പോകുന്നത്. ഞങ്ങൾ കൂട്ടായി ആലോചിച്ചിട്ട് ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലൊക്കെ തന്നെ അങ്ങ് പോകും. അതൊന്നും വിഭാഗീയമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നുമില്ല. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ 2-3 സമരം നടക്കുന്നുണ്ട്. ഞങ്ങൾ ആരും പോയില്ല. പോയത് സുനിൽകുമാറാണ്. ഇനിയിപ്പോൾ അതും ഒരു വിഭാഗീയമായിട്ട് കാണുമെന്നുള്ളവർ എനിക്കറിയില്ല. അതുകൊണ്ട് ഗൗരവമുള്ള വിഷയം അത് നമുക്ക് അംഗീകരിക്കുന്നതിന് വേണ്ടി വേറെ പ്രശ്നമില്ല. ഇപ്പോൾ ഉദാഹരണം, തിരുവനന്തപുരം കോർപ്പറേഷൻ ചില മാധ്യമങ്ങളിലും വളരെ ഗൗരവമായിട്ട് കാണുന്നുണ്ട്. ഇത്ര ഈ ജനങ്ങൾ വെറുക്കുന്ന ഒരു കോർപ്പറേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. BJPയുടെ ഭരണം വന്നതിന് ശേഷം നഗരസഭ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യുന്നില്ല. ചവർ നീക്കം ചെയ്യാൻ നിങ്ങൾ തന്നെ മാധ്യമങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്ന് ഇവിടെ സൂചിപ്പിച്ചു. ശുദ്ധജല വിതരണം അനക്കമില്ല. തെരുവുകളൊക്കെ കത്തുക, എല്ലാ രാത്രി നടക്കാൻ പറ്റാത്ത രൂപത്തിൽ തെരുവിലെ എല്ലാ ലൈറ്റുകളും അണഞ്ഞിടക്കുകയാണ്. ഒരു ഇതില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ല. ഇതെല്ലാം ഒരു കാപ്പ പ്രതിയുടെ പേരിലാണ് നടക്കുന്നതെന്നുള്ളവർ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ ഈ ഗതികേടിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഇടപെടുന്നതിന് വേണ്ടി തയ്യാറാവണം. 2 വിഷയങ്ങളാണ് ഉള്ളത്. ഒന്ന് കാപ്പ കേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇപ്പോൾ യഥാർത്ഥത്തിൽ CPMൻ്റെ ഒരു നേതാവാണ്, കൗൺസിലറാണ് കാപ്പ കേസിൽ പ്രതിയാണെങ്കിൽ എത്ര പേജും എത്ര സമയമായിരിക്കും ചെലവഴിക്കുന്നത്? അതിൽ മാധ്യമങ്ങൾ പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള ശക്തമായ അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി വയനാട് സന്ദർശിച്ചല്ലോ. ഓരോ ചാനലിലും കൊടുത്ത സമയമൊക്കെ ഞങ്ങൾക്കറിയാം. മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് അവിടെ സന്ദർശിച്ചപ്പോൾ ഓരോ ചാനലും കൊടുത്ത സമയത്തെ സംബന്ധിച്ചോളം ഞങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രമുഖ പത്രത്തിന്റെ അകത്തെ ഒറ്റ കോളം ഫോട്ടോയാണത്. ഒരു സിംഗിൾ കോളം ഫോട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു പ്രമുഖ പത്രം ഇന്നലെ ഉണ്ടായിട്ടുള്ള ദുരന്ത പ്രദേശം സന്ദർശിച്ച കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ചിത്രം കൊടുത്തത് അകത്തൊരു പേജിനകത്ത് ഒരു സിംഗിൾ കോളം. എത്ര പക്ഷപാതിത്വമാണ് ആ കാര്യങ്ങൾ നോക്ക്. ഞങ്ങളതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങൾ വേറെ നിങ്ങളോട് വഴക്കൂടാണെന്ന് വരുന്നില്ല. 800 തൊഴിലാളികളെ പുതിയ ലേബർ കോഡിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളത്ത് പിരിച്ചുവിട്ടു. മുൻ ലേബർ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പത്രസമ്മേളനം നടത്തി. കേരളത്തിലെയും വലിയ മുത്തശ്ശി പത്രം എന്നൊക്കെ പറഞ്ഞ ഒരു പത്രം ഒരു വാക്ക് കൊടുത്തിട്ടില്ലല്ലോ. മാധ്യമ പ്രവർത്തനം കൂടെ പിരിച്ചുവിടുമ്പോൾ മാത്രമേ ഒരു വേദന ഉണ്ടാവുള്ളൂ. മാധ്യമ പ്രവർത്തനം ഈ വകുപ്പ് അനുസരിച്ച് പിരിച്ചുവിടാനുള്ള വകുപ്പുണ്ട്. എന്നാലും ഞങ്ങളന്ന് നിങ്ങളോടുണ്ടാവും. കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്നിപ്പോൾ കഴിഞ്ഞ LDF ഭരണകാലഘട്ടത്തിൽ രാവിലെ എണീറ്റാൽ ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി മുരളീധരൻ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം, ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്താവന ഇറക്കിയില്ലെങ്കിൽ അദ്ദേഹത്തിന് അന്നത്തെ ദിവസം കഴിഞ്ഞു പോകാൻ വേണ്ടി പ്രയാസമാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ ആരോഗ്യ മേഖല നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ജീവൻ കൊണ്ട് പന്താടുകയാണ്. ഇന്നിപ്പോൾ നമ്മുടെ എറണാകുളം നമ്മുടെ നെയ്യാറ്റിൻകര നടന്നിട്ടുള്ള മരണം, രാജേഷിന്റെ മരണം, അത് അവിടുത്തെ സെക്യൂരിറ്റിയിൽ നിൽക്കുന്ന പാവപ്പെട്ട ജീവനക്കാരെ തലയിൽ ചാരിക്കൊണ്ട് മാത്രം മാറാൻ വേണ്ടി പറ്റുമോ? ആ മരണത്തിൽ ആരോഗ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്, ആരോഗ്യ വകുപ്പിന് ഉത്തരവാദിത്വമുണ്ട്. സമഗ്രമായ അന്വേഷണം നടത്തണം. അതിന് മാത്രമല്ല കുടുംബത്തെ സഹായിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഈ വാചകടിയും ആൾക്കാരെ കളിയാക്കുന്ന നിലയിലുള്ള പ്രസ്ഥാനങ്ങൾ മതിയാക്കിയിട്ട് മര്യാദയ്ക്കിരുന്ന് ഈ മരുന്നും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്യണം. സ്ഥലം മാറ്റം ആരോഗ്യരംഗത്ത് വലിയ താറുമാറാക്കിയിരിക്കുകയാണ്. ആരോഗ്യ ഡോക്ടർമാരെയും
മറ്റ് ആരോഗ്യരംഗത്തെ പ്രവർത്തകരെയും തെക്കും വടക്കും നടത്തിയിരിക്കുന്ന സ്ഥലമാറ്റം ആരോഗ്യരംഗത്തെ പ്രവർത്തനത്തെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. ഈ വാർത്തകൾക്ക് തന്നെ പ്രാധാന്യം കൊടുക്കുക. അവിടെ ഡോക്ടർമാരില്ലായിരുന്നു, അവിടെ ഡോക്ടർമാരില്ലായിരുന്നു. അതാണ് പ്രശ്നം. അല്ലാതെ അന്വേഷണം നടത്തുന്നത് സെക്യൂരിറ്റി ജീവനക്കാരെ ഈ വന്ന ആളിനെ ക്യൂവിൽ നിർത്തിയോ ഇല്ലയോ എന്നുള്ള അല്ല അന്വേഷണം നടത്തേണ്ടത്. സമഗ്രമായ ഒരു അന്വേഷണമാണ് അവിടെ നടത്തേണ്ടത്. ഡോക്ടർമാരുണ്ടായിരുന്നോ? എന്തുകൊണ്ട് അയാൾക്ക് സമയത്ത് മരുന്ന് കൊടുത്തില്ല? എന്തുകൊണ്ട് അയാൾ ICUവിൽ ആവശ്യമായ ക്രമീകരണം നടത്തിയില്ല? ഇത് പല സ്ഥലങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് നമുക്ക് പ്രാധാന്യത്തോടുകൂടി കൊടുക്കേണ്ടതെന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.